ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയില്ലേ ലോങ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട്. സോ ഐ തോട്ട് നമുക്ക് ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് രാവിലെ എഴുച്ചപാടെ പല്ലൊക്കെ തേച്ച് പിറകെ കഴുകി ഒന്ന് ഫ്രഷ് ആയി. മീഷോന്ന് വാങ്ങിയ 2 പില്ലോസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ചോര വരെ പുറത്തെടുക്കുന്നത്. അപ്പോൾ 2 പില്ലോസ് ഇന്നലെയും കിട്ടിയെങ്കിലും അതിൽ പില്ലോ കവർ ഇടാനുള്ള മടി കാരണം ഇന്നലെ പില്ലോ കവറൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ കിടന്നത്. സോ ഇന്ന് രാവിലെ ഞാൻ കവറൊക്കെ ഇട്ടു, ബെഡിൽ സെറ്റ് ചെയ്തിട്ടു. ഇന്നലെ നൈറ്റ് നമ്മൾ ഹാളിലാണ് കേട്ടോ കിടന്നിട്ടുണ്ടായത്. അപ്പോൾ റുവാക്കുട്ടി ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ഡോറൊന്നും തുറക്കാണ്ട് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ഈ വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് ഒരു സ്ഥലമാണ് ഈ ഒരു കിച്ചൺ. ഈ കിച്ചണിൽ അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിൻഡോസ് തന്നെയാണ്. ഇത് തുറന്നിട്ടാൽ ഭയങ്കര വെട്ടമാണ്, അതുപോലെ നല്ല കാറ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എല്ലാ ദിവസവും ഈ ജനലൊക്കെ തുറന്നിടാറുണ്ട്. പിന്നെ ബാക്കിലെ ഡോറും തുറന്നിട്ട് എനിക്ക് കഴുകാനുള്ള എല്ലാം ഞാൻ ലോണ്ടറി ബാഗിൽ കൊണ്ടിട്ടു. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം തിരിച്ചെടുത്തോണ്ട് വെച്ചു കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല, അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കിച്ചൺ റാക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ ഇങ്ങനെ കഴുകി വെക്കാനും എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കുറച്ച് ദോശമാവും കൂടി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു അടുപ്പിൽ ദോശ ഇടുന്നുണ്ട്, അടുത്ത അടുപ്പിൽ കട്ടൻ കാപ്പി ഇടുവാണേ. റുവ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല സ്ലോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റുവ കഴിച്ചാൽ പിന്നെ എല്ലാം ഹറിബറി ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഹാളിലേക്ക് വന്നപ്പോൾ തന്നെ അനക്കം തട്ടി റുവാക്കുട്ടി കഴിച്ച് എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. അങ്ങനെ എൻ്റെ ദോശയിൽ പങ്കും വാങ്ങി കഴിച്ച് അവൾ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ആഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്നിട്ടു. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ റുവായും ഒരുമിച്ചൊക്കെയാണ് കഴിക്കാറുള്ളത്. ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ നേരത്തെ കഴിച്ചു പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ റുവാക്കുട്ടിയോടെ കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ റുവായെ കൊണ്ടുപോയി ഫ്രഷ് ആക്കി. അപ്പോൾ രാവിലെ അവൾ പല്ലൊക്കെ തേച്ച് ഒന്ന് സ്നഗ്ഗിയൊക്കെ മാറി പിറവൊക്കെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വിടും കേട്ടോ. പിന്നെ അവൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. കുറച്ച് ദോശമാവ് കൂടെ ബാക്കി ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുട്ടി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ 3 ദോശയും അതിൽ കുറച്ച് ദോശപ്പൊടിയൊക്കെ വിതറിയിട്ട് കൊടുത്തപ്പോൾ അവൾ വന്ന് അവളുടെ ഫുഡും എടുത്തിട്ട് കഴിക്കാൻ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവൾക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് പിച്ചിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആശാത്തി പെട്ടെന്ന് ഫുഡ് കഴിച്ചു. ആ നേരം കൊണ്ട് ഞാൻ രാവിലത്തെ പാത്രം എല്ലാം കഴുകി ഒതുക്കിയേ. ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ബിരിയാണിയൊക്കെ വെച്ച് നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് ലഞ്ച് കഴിക്കാമെന്ന പ്ലാനിലാണ് നമ്മൾ ചിക്കൻ വാങ്ങിയതെങ്കിലും പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് ഇന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്ന്. ഐ മീൻ എൻ്റെ കൂട്ടുകാരി അർച്ചനയും അവളുടെ ഹസ്ബൻഡും കാക്കാടെ ഫ്രണ്ട് ഉണ്ണിച്ചേട്ടനും ചേട്ടൻ്റെ വൈഫ് രേഷ്മ ചേച്ചിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ നമ്മുടെ പ്ലാനും നമ്മൾ കുറച്ച് ഡിലേ ആക്കി. ലൈക്ക് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കുമായിട്ട് ആഹാരം കഴിക്കാം എന്ന പ്ലാനിലോട്ടായി. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ വെച്ച് നമ്മൾ ഉച്ചത്തേക്ക് ഫുഡ് കഴിച്ചു. പിന്നെ അവർക്കുള്ള ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സലാഡും എല്ലാം സെറ്റ് ചെയ്ത് റുവാക്കുട്ടിയെ കുളിപ്പിച്ച് അവളെയും കിടത്തി ഉറക്കി കേട്ടോ. പിന്നെ വീടൊക്കെ തൂത്ത് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സൈഡായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനും കിടന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് അർച്ചനയും അവളുടെ ഹസ്ബൻഡും ആയിട്ട് വന്നു കേട്ടോ. കുറേ നാളിന് ശേഷം അച്ചുവിനെ എൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ അവളുമായിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അവർ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഉണ്ണിച്ചേട്ടനും ഫാമിലിയും വന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ചു, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ കാക്കായും ചേട്ടനും അവരുടേതായ ലോകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനും അച്ഛനും മാറിയിരുന്ന് നമ്മുടേതായ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കാക്കായും ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന 2ാമത്തെ ബിരിയാണിയാണ് കേട്ടോ ഇത്. ഈ 2 ബിരിയാണിയും അത്യാവശ്യം നല്ലതായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ എൻ്റെ ചെടിയൊക്കെ വെള്ളം ഒഴിക്കുവാണ്. എൻ്റെ അഗ്ലോണിമയുടെ താഴെ ഒരു പുതിയ തൈയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലായിടവും ഒതുക്കിയിട്ടു. റുവായെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.